Hi all. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേൾക്കുന്നതാണ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ സോളിഡ്, ലിക്വിഡ് നമുക്ക് കുറച്ചുകൂടി പരിചയം ഉണ്ടാകും. ഗ്യാസസിനെ കുറിച്ച് നമുക്ക് അത്ര അധികം പരിചയമില്ല അല്ലേ? അതുമായി ബന്ധപ്പെട്ട ലോസോ അല്ലെങ്കിൽ തിയറീസ് ഒക്കെ പറയുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നുള്ള സംഗതിയൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കറക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓൺലൈൻ സിമുലേഷൻസ് അവൈലബിൾ ആണ്. നമുക്കറിയാം ഫെറ്റ് ഇന്ററാക്റ്റീവ് സിമുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൂളിലൂടെ തീർച്ചയായിട്ടും ഗ്യാസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എങ്ങനെയൊക്കെയാണ് ഗ്യാസിൻ്റെ വോള്യൂം, ടെമ്പറേച്ചർ, പ്രഷർ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് തന്നെ ആ കൺസെപ്റ്റ് ക്ലിയർ ആവാനുള്ള ഓൺലൈൻ ടൂളാണ് ഈ പറഞ്ഞ ഫെറ്റിൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നമ്മളെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും. നിങ്ങൾക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോണിലും ലാപ്പിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫെറ്റിൽ നമ്മൾ ഈ പറഞ്ഞ ടൂൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിൻഡോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഗ്യാസസ് ഇൻട്രോ എന്നാണ് അതിൻ്റെ ഹെഡിങ് ആയിട്ടുള്ളത്. അതിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ സിമുലേഷൻസ് വർക്ക് ആവുകയാണ്. അതിന് ഏറ്റവും ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ എന്തുണ്ട്, ഒരു കണ്ടെയ്നർ ഉണ്ട്. ഇവിടെ പാർട്ടിക്കിൾസ് എത്രത്തോളം വരും എന്നുള്ള രൂപത്തിലുള്ള ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൗണ്ട് ചെയ്യാനുള്ള സംഗതികളുണ്ട്. അവിടെ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു സംഗതിയുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കെൽവിൻ അല്ലെങ്കിൽ ഡിഗ്രി ടെമ്പറേച്ചർ എത്രയാണെന്ന് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സംഗതിയും അല്ലേ, ഒരു തെർമോമീറ്റർ പോലത്തെ സിമ്പിൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വിഡ്ത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഡ്ത്ത് എന്ത് ചെയ്യുക, ഇപ്പോൾ ഉള്ളത് 10 nm ആണ്. നമുക്ക് വേണമെങ്കിൽ അത് കൃത്യമായിട്ട് അതൊരു 5 ആക്കി മാറ്റാം. ഈ 5 nm വോള്യൂം ഉള്ള ഈ കണ്ടെയ്നറിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആഡ് ചെയ്യാണ്. ഒന്നുകിൽ എന്ത് ചെയ്യാം, എനിക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ 50 പാർട്ടിക്കിൾസ് റിലീസായി. ഓക്കെ, വേണമെങ്കിൽ 100 ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്താൽ എന്തായി, കറക്റ്റ് 100 ആയി. 100 ഗ്യാഷ്യസ് പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്, ഇവിടെ മൂവ് ചെയ്യാണ്. നമുക്കറിയാം ഗ്യാസസ് ആണ്, എങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാം. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് സോളിഡിനേക്കാളും ലിക്വിഡിനേക്കാളും വളരെ കൂടുതലാണ് ആർക്ക്, ഗ്യാസിനുള്ളത് അല്ലേ? അപ്പോൾ അത് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 കെൽവിൻ ആണുള്ളത്. ഓക്കെ, അത് അവിടുത്തെ പ്രഷർ 23.2 atm ആണുള്ളത്. നമ്മളിവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വേണമെങ്കിൽ നമുക്ക് പാസ്കലിലേക്ക് മാറ്റാനും സാധിക്കുകയും ചെയ്യും. ATM അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് നമ്മൾ ഇപ്പോൾ അതിനെ മെഷർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ ഗ്യാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിച്ചു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ ഹീറ്റ് ആൻഡ് കൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് ഹീറ്റും കൂളും ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ഡിഫറൻസ് ആണ് വരിക എന്നുള്ളത് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന് ജസ്റ്റ് കൂള് ചെയ്യാണ്. ഞാൻ ടെമ്പറേച്ചർ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്വാഭാവികമായിട്ടും കുറയുന്നുണ്ട്. കണ്ടോ, ഈ ടെമ്പറേച്ചർ ഞാൻ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വളരെ കുറച്ചു, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞു. അറ്റ് ദ സെയിം ടൈം ഞാൻ എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന് മൂവ്മെൻറ്റ് കൂടും, അഥവാ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടുമ്പോൾ ഈ പ്രഷർ, ഈ വാളിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടും. അതിനനുസരിച്ച് എന്തും കൂടും, അതിൻ്റെ പ്രഷർ കൂടുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ഹീറ്റ് എനർജി എന്ത് ചെയ്തു, അബ്സോർബ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. അതിനാൽ തന്നെ എന്തും ഇൻക്രീസ് ചെയ്യും, ഇതിൻ്റെ പ്രഷറും അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഞാൻ പറയുന്നു, ഇതിൻ്റെ ഇപ്പോഴുള്ള വോള്യൂം എന്ന് പറയുന്നത് ഇത്രയും ഏരിയ ആണല്ലോ ഉള്ളത്. ഞാൻ ഇതിൻ്റെ വോള്യൂം നേരെ ഡബിൾ ആക്കിയാൽ ഇതിൻ്റെ പ്രഷറിൽ എന്താണ് സംഭവിക്കുക, അഥവാ വോള്യവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഞാൻ വളരെ കറക്റ്റായിട്ട് പറയാം. ഇപ്പോൾ ഇതാ 35.8 ആണ് പ്രഷർ ഉള്ളത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ വോള്യൂം 5 ആണുള്ളത് അല്ലേ? 5 എന്നുള്ളത് നേരെ ഡബിൾ ആക്കി 10 ആക്കി കഴിഞ്ഞാൽ, അഥവാ ഇത് ഡബിൾ ആകുമ്പോൾ അവിടെ പ്രഷർ നേരെ ഹാഫ് ആയിട്ടുണ്ടാവും. അഥവാ ഇൻവേഴ്സലി പ്രൊപ്പോർഷണലാണ് വോള്യവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതാ അവിടെ നോക്കുകയാണെങ്കിൽ 13.8 എന്നുള്ളതിൻ്റെ നേരെ ഹാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും, പിന്നെ ഇവിടെ 35ൻ്റെ നേരെ ഹാഫ് 17.5, ദെൻ 0.4 കൂടി ആഡ് ചെയ്താൽ 17.9 ആണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഹാഫായിട്ട് കിട്ടേണ്ടത്. 17.9 എനിക്ക് എന്ത് ചെയ്യേണ്ടത്, കിട്ടേണ്ടത്. റെഡി, അപ്പോൾ ഞാൻ നേരെ ഡബിൾ ആക്കുകയാണെ, കുറച്ച് എന്ത് ചെയ്തു, വോള്യൂം ഇൻക്രീസ് ചെയ്തു, ഒരു 7.5ലേക്ക് എത്തി കേട്ടോ. അതിനനുസരിച്ച് എന്ത് ചെയ്തു, അവിടെ എന്ത് ചെയ്തു, പ്രഷർ അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, കറക്റ്റ്
എന്ത് ചെയ്തിരിക്കുന്നു 9.6 ഇതാ കറക്റ്റ് ആക്കിയിരിക്കുന്നു. അപ്പോൾ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു ഈ പറയണ്ടോ 17.9 അഥവാ ഓൾമോസ്റ്റ് 18 അല്ലേ, എന്ത് ചെയ്തു കൃത്യമായിട്ട് അതിൻ്റെ ഹാഫാണ് പ്രഷറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രഷറും വോളിയവും തമ്മിൽ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെമ്പറേച്ചർ, പ്രഷർ, ഇതിലെ പാർട്ടിക്കിൾസ് നോക്കിക്കോ. ഇനി വേണമെങ്കിൽ പാർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഇതിൻ്റെ വോള്യം ഉണ്ടല്ലോ, ഓക്കെ, വോള്യം. ഈ പറഞ്ഞ വോള്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, വോള്യം നമ്പർ ഓഫ് പാർട്ടിക്കിൾസുമായിട്ട് റിലേറ്റഡ് ആണ്. ഞാൻ ഇതിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 100 അല്ലേ ഉള്ളത്, ഞാനിതാ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, പിന്നെ ഈ പറഞ്ഞ ലൈറ്റ് പാർട്ടിക്കിൾസ് ഒരു 100 കൂടി ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ പാർട്ടിക്കിൾസ് വരുന്നതോട് കൂടിയിട്ട് എന്തായി കണ്ടോ, പ്രഷർ കുത്തനെ കൂടി. ഞാൻ പാർട്ടിക്കിൾസ് കുറക്കുകയാണെങ്കിലോ പ്രഷർ അവിടെ കുറയുന്നു അല്ലേ. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടെ കൊളീഷൻ കൂടുകയും ഡിഫ്യൂഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് കൊളീഷൻ കൂടുകയും അതുവഴി ഇതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് റിലേഷൻസുകൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു നോക്കാൻ പറ്റും. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു, ഞാനിതിന് വോള്യൂം ഡിക്രീസ് ചെയ്യാണ്. വോള്യൂം ഡിക്രീസ് ചെയ്യാൻ നിങ്ങൾ പറയൂ പ്രഷർ കൂടുകയോ കുറയോ, പ്രഷർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കണ്ടോ 39 ആയി, വീണ്ടും ഞാൻ കുറയ്ക്കുന്നു 44 ആയി. കണ്ടോ പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള കൊളീഷൻ വളരെ കൂടുതലാണ്. അപ്പം ഈ രൂപത്തിൽ നമുക്ക് ചെയ്തു നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ പ്രഷർ, ടെമ്പറേച്ചർ, വോള്യം ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻസ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ കൺസെപ്റ്റായിട്ട് ഒരു ടീച്ചർ പറഞ്ഞു തരുന്നതും നമ്മളിത് ചെയ്തു നോക്കിക്കൊണ്ട് ഇതിൻ്റെ വാല്യൂസ് മാർക്ക് ചെയ്യുന്നതും തമ്മിൽ എന്തുണ്ട്, വളരെ വലിയ വ്യത്യാസമുണ്ട്. ഇതാണ് ആക്ച്വലി എക്സാം വൈ ലേണിംഗ് എന്ത് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് അറിയാം ഈ പറഞ്ഞ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ കോഴ്സിൽ ജസ്റ്റ് ആ റെക്കോർഡ് സെഷൻ കാണുക മാത്രമല്ല ഉണ്ടാവുക, അതുവഴി ഇതുപോലെയുള്ള ഒരുപാട് സിമുലേഷനുകൾ, പ്രത്യേകിച്ച് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിലുള്ള ഒരുപാട് സിമുലേഷനുകളും ഓൺലൈൻ ടൂളുകളും വഴി നിങ്ങൾക്ക് ആ കൺസെപ്റ്റിനെ കൃത്യമായിട്ട് ചെയ്തു നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും നമുക്ക് പിന്നീട് ഹയർ സ്റ്റാൻഡേർഡുകൾ പഠിക്കുമ്പോൾ നമ്മുടെ കോറായിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ വലിയ വലിയ തിയറികൾ വന്നാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുവഴിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും തീർച്ചയായിട്ടും സാധിക്കും. നീറ്റ്, JEE അതേപോലെ CUT പോലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് നമ്മൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം പ്ലാൻ ചെയ്താൽ പോരാ. അപ്പോൾ വെറും കുറഞ്ഞ സമയമേ കിട്ടുന്നുണ്ടാവുള്ളൂ, അതും ഹെവി ലോഡായിരിക്കും. നിങ്ങൾക്കറിയാം ഹയർ സെക്കൻഡറി സിലബസ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു 6th സ്റ്റാൻഡേർഡ് മുതൽ അല്ലെങ്കിൽ ഒരു 8th സ്റ്റാൻഡേർഡ് മുതലൊക്കെ എന്ത് ചെയ്തു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിലോ നമുക്ക് ഏകദേശം ഒരു 5 വർഷത്തോളം സമയമുണ്ട് പ്ലസ് 2 വരെ. അത്രയും സമയത്തിനിടയിൽ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെ, എന്നാലും അത് ഡീപ്പ് ആൻഡ് സ്ട്രോങ് ആയിട്ട് ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ USSഉം NMMSഉം അതുപോലെയുള്ള ഒളിമ്പ്യാഡുകളും അങ്ങനെയുള്ള ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇപ്പോൾ തന്നെ ഈ സിമുലേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നത്, എക്സാം വൈ ലേണിങ്ങിലെ കുട്ടികൾ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നത്. 6000-ലധികം കുട്ടികൾ ഓൾറെഡി എന്ത് ചെയ്തു, നമ്മുടെ കോഴ്സുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ ചാൻസ് ആണ്. ഈ മാസം 30-ാം തീയതിയോട് കൂടിയിട്ട്, ജൂൺ 30-യോട് കൂടിയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, പിന്നെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാണ്. ഇനി അടുത്ത അക്കാഡമിക് ഇയറിലേ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചാൻസുകൾ ഉപയോഗപ്പെടുത്തുക. NITയിൽ നിന്നും IITയിൽ നിന്നും അതുപോലെ ഐസറുകളിൽ നിന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ നല്ല മിടുക്കരായിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുണ്ടാവുക. വെറുതെ ഒരു ക്ലാസ് ഇങ്ങനെ നടന്നു പോവുക എന്നതല്ല ഉള്ളത്, നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ തന്നെ വലിയ വലിയ സ്വപ്നങ്ങളെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കയറിയാൽ അത് മെല്ലെ ഒരുപാട് സമയമെടുത്ത് കയറുമ്പോൾ നമ്മൾ ഒരു മലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് പോലെ. എന്നാലോ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒറ്റയടിക്ക് ഒരു ഹിമാലയം എന്ത് ചെയ്യാൻ പറ്റൂല, കയറാൻ നമുക്കൊരിക്കലും സാധിക്കൂലല്ലോ. അപ്പം നേരത്തെ തുടങ്ങുക എന്നുള്ള, സ്റ്റാർട്ട് ഏർലി എന്നുള്ള എക്സാം വൈ ലേണിംഗ് എപ്പോഴും പറയുന്ന ആ ഒരു സംഗതി ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ക്വിസ് പോലുള്ള പ്രോഗ്രാമുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. എക്സാം വൈ ലേണിംഗിൻ്റെ ഓഫീസ് കോൺടാക്ട് നമ്പർ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും.
ആയിരിക്കും. സോ ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇനി നമുക്ക് പിന്നീടാവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് വൈകിപ്പോകും. അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ സ്കൂൾ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന, ഒരു കോമ്പറ്റീഷൻ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ സ്വപ്നങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വർക്ക് തുടങ്ങാം. മറ്റൊരു വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്